കൂട്ടുകാർക്കും സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാത്തിമ. നിങ്ങൾക്ക് ഗാനരചയിതാവായിട്ടുള്ള യൂസുഫ് അലി കേച്ചേരിയുടെ ഒരു പ്രൊഫൈല് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ചില സമയത്ത് ചിലപ്പോൾ പുതിയ ടെക്സ്റ്റ് ആണല്ലോ അല്ലെ, നമുക്ക് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ഓൾറെഡി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ റൈറ്റിങ്ങിനുള്ള ഒരു ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ചിലപ്പോൾ പ്രൊഫൈൽ റൈറ്റിംഗ് ആകാം, അല്ലെങ്കിൽ ജീവിതരേഖ അഥവാ ഹിൻസ് നമ്മൾ തയ്യാറാക്കാൻ ഉള്ളതാകും. ഓക്കെ, രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ 10ാം തരത്തില് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 10ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ +1 എത്തുന്ന സമയത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് മിസ് ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് പ്രൊഫൈലിന്റെ ആ ഒരു പാറ്റേൺ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? യെസ്, പ്രൊഫൈലിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക മക്കളെ? നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നെയിം, പേരെഴുതുക. ഓക്കെ, പ്രൊഫൈൽ എന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ആരെയാണോ പ്രൊഫൈൽ അവരുടെ പേര്. ഫാത്തിമയുടേതാണെങ്കിൽ ഫാത്തിമ എന്ന് എഴുതുന്നു, അതിനുശേഷം അണ്ടർലൈൻ കൊടുക്കുന്നു. ഓക്കെ, നല്ല കോളത്തിൽ നല്ല നീറ്റായിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മൾ പേരാണ് എഴുതുന്നത്. നെയിം എന്നുള്ള ഭാഗത്ത് പേരെഴുതുന്നു. അതിനുശേഷം 2000 ആണെങ്കിൽ 2000 ഇയർ ആണ് അല്ലെ, വർഷം എന്ന് എഴുതുന്നു. തമേ വർഷേ എന്ന് എഴുതണം. എന്ത് എഴുതണം? തമേ വർഷേ. അതിനുശേഷം ഏത് മാസമാണ്? ഇപ്പൊ ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് മാസസ്യ ഡേറ്റ്, ഏത് ഡേറ്റ് ആണോ 1/1 ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ആ ഒരു ഡേറ്റില് തമേദിനെ എവിടെയാണോ, ഇപ്പൊ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ ദേശീയ ജനിവലവത. ഇത് ഇംഗ്ലീഷിലാണ് മിസ് എഴുതുന്നത്, നിങ്ങൾ എഴുതുന്ന സമയത്ത് സംസ്കൃതത്തിലാക്കി എഴുതണം കേട്ടോ. യെസ്, ഇവിടെ ദേശീയ ജനിവലവത, ദേശത്ത് ജനിച്ചു എന്ന് എഴുതുന്നു. അതിനുശേഷം തസ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എന്നാണ്. ഇപ്പൊ ഇവിടെ ഫാത്തിമ എന്ന് കൊടുക്കാൻ പറ്റില്ല അല്ലെ, അദ്ദേഹത്തിന്റെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഗേൾ ആണോ ബോയ് ആണോ? ബോയ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് പേര് മാറ്റാം. രാമഹ എന്നെങ്ങാനും കൊടുക്കാം, രാമഹ. ഓക്കെ, ഇവിടെ തസ്യ പൂർണ്ണനാമം എന്താണോ, ഫുൾ നെയിം എന്താണോ അത് ഫുൾ നെയിം ഇവിടെ കൊടുക്കുക. അതിനുശേഷം തസ്യ മാത, അവരുടെ മാതാവ്, അമ്മയുടെ പേരെന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ അച്ഛന്റെ പേരെന്താണോ അതിവിടെ കൊടുക്കാം. ച എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ച ആസ്താം എന്ന് നമുക്ക് ചേർക്കാം കേട്ടോ. ച ആസ്താം. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് സഹ, അദ്ദേഹത്തിന്റെ. സഹ അല്ലെങ്കിൽ തസ്യ എന്ന് കൊടുക്കുക. തസ്യ എന്ന് കൊടുത്താൽ അദ്ദേഹത്തിന്റെ, സഹ എന്ന് പറഞ്ഞാൽ അവൻ. എന്ത് ചെയ്യാണ്? കുറച്ച് അവാർഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അവാർഡ്സ് ഒക്കെ എഴുതാം. പുരസ്കാരേണ പുരസ്കൃത. എന്നിട്ട് തസ്യ കുറച്ച് കൃതികൾ, അവരുടെ കൃതികൾ എഴുതുക. എന്നിട്ട് പ്രശസ്താഹ കൃതയഃ ഭവതി. പിന്നീട് എഴുതേണ്ടത് മേജർ വർക്ക്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ്, പ്രവൃത്തി മണ്ഡലം ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ എഴുതാം. ഭവന്തി എന്ന് എഴുതുന്നു. അതിനുശേഷം വീണ്ടും നെയിം എഴുതുന്നു. ഏത് ഇയർ ആണോ ഡെഡ് ആയിട്ടുള്ളത്, മരിച്ച ഡേറ്റ് അല്ലെങ്കിൽ ഇയർ എഴുതുന്നു. പിന്നെ മാസം എഴുതുന്നു, ഡേറ്റ് എഴുതുന്നു, പ്ലേസ് എഴുതുന്നു. തമേദിനെ ദേശേ ദിവംഗത എന്ന് പറഞ്ഞാൽ മരിക്കുക, മരിച്ചു. അല്ലെങ്കിൽ മരണം പ്രാപ എന്നും എഴുതാം, മരണം പ്രാപ. ഇതാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിന്റെ ഒരു ഏകദേശമുള്ള ഒരു രീതികൾ എന്ന് പറയുന്നത്. ഒന്നുമില്ല മക്കളെ, തസ്യ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ, തസ്യ പിതാ, തസ്യ മാത എന്നൊക്കെ പറഞ്ഞ് എഴുതാം. പിന്നെ മാതാപിതാക്കളുടെ പേര് എഴുതിയതിനു ശേഷം ച ആസ്താം, അവർ ആയിരുന്നു എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം തസ്യ അവാർഡുകൾ എഴുതുന്നു. പിന്നെ അതിനുശേഷം എഴുതുന്നത് പുരസ്കാരേണ പുരസ്കൃത, ഇന്ന പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്ന് എഴുതുന്നു. തസ്യ കൃതികൾ എഴുതുന്നു. പ്രശസ്താഹ കൃതയഃ, പ്രശസ്തമായിട്ടുള്ള കൃതി. എന്നിട്ട് ഏതൊക്കെയാണ് കൃതികള് അതൊക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നു. എന്നിട്ട് ഭവതി അല്ലെങ്കിൽ ഭവന്തി എന്ന് നൽകുന്നു. മേജർ ആയിട്ടുള്ള വർക്ക്സ് എഴുതുന്നു. അതിനുശേഷം ഇതൊക്കെയാണ് ഭവന്തി എന്ന് പറയുന്നു. പിന്നെ വീണ്ടും പേര്, അതുപോലെ മരിച്ച വർഷം,
മരിച്ച മാസം, ഇന്ന ദിവസം തമേധിനെ, എന്നിട്ട് പ്ലേസും കൂടി കൊടുക്കുന്നു, ദേശേ എന്ന് നൽകുന്നു, ദിവംഗത മരിച്ചു എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊഫൈൽ റൈറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചില സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും തരുക. ചില സമയത്ത് ഇതുപോലെ ഒരു ഗണ്ണിക തന്നിട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ ഇതുപോലെ തരും. ഓക്കെ, നാമം, ജന്മം, കർമ്മമണ്ഡലം, പുരസ്കാരം, അതുപോലെ തന്നെ നിദേശി തല ചലച്ചിത്രാണ് മൃത്യു. ഇത്രയും കാര്യങ്ങൾ എഴുതേണ്ടി വരും. നമുക്ക് നോക്കാം. കൈരളി ചലച്ചിത്ര മണ്ഡലെ ഹാസ്യസ്യ നൂതന വാതയാനം ഉദ്ഘാടിതവാൻ ഹാസ്യ കലാകാര ആസിയത് അടൂർ ബാസി. അപ്പൊ അടൂർ ബാസിയുടെ ഒരു പ്രൊഫൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അടൂർ ബാസിയെ കുറിച്ചിട്ടാണ്. അയം 1927 മാർച്ച് 1 തമേദിനാങ്കെ അടൂർ ബാസി EV കൃഷ്ണപിള്ള മഹേശ്വരി അമ്മ ദമ്പതിയോഹോ പുത്രമേവ ജനിമലപത. അപ്പൊ കൃഷ്ണപിള്ള മഹേശ്വരി അമ്മയുടെ ദമ്പതിമാരുടെ പുത്രനായിട്ട് ജനിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് പേര്. ആദ്യം നാമം എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ആരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്? അടൂർ ബാസിയാണ്. പിന്നെ ചോദിക്കുകയാണ് ജന്മം. എപ്പോഴായിരുന്നു ജന്മം? 1927 മാർച്ച് 1. മാർച്ച് 1 അല്ലേ? മാർച്ച് 1. കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്? അദ്ദേഹം എന്തായിരുന്നു? ഹാസ്യ കലാകാരനായിരുന്നു. അതുപോലെ ന കേവലം അഭിനേത അഭിതു പട്കഥാകാര മാധ്യമ പ്രവർത്തക ഗായക നിദേശക ചലച്ചിത്ര നിർമ്മാത. അപ്പൊ ഇതൊക്കെ നമുക്ക് കർമ്മമണ്ഡലത്തിൽ എഴുതാം കേട്ടോ. യെസ്. അടുത്തതിന് ശേഷം പുരസ്കാരം ചോദിക്കുന്നുണ്ട്. പുരസ്കാരങ്ങൾ 5 ശതാധിക ചലച്ചിത്രേഷു അഭിനയം കൃതവാൻ. 5 ശതാധികം ചലച്ചിത്രങ്ങൾക്ക് അല്ലെ. ശതം എന്ന് പറഞ്ഞാൽ എന്താണ്? 100 അപ്പൊ 5 ശതം എന്ന് പറയുന്നത് 500-ൽ പരം ചലച്ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കലാകാരായോ കേരള ചലച്ചിത്ര പുരസ്കാരം. ഏതൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഇതാണ് ഉത്തരം. കേരള ചലച്ചിത്ര പുരസ്കാരം 3 വാരം പ്രാപ്നതു, 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. രഘുവംശം, ഉച്ഛ്വാരവം, അമ്മിണി, ഓശാരം, ഓമന, ആദ്യപാഠം ഇത്യാദീനി അനേന നിദേശിതാനി ചലച്ചിത്രാണി ഭവന്തി. അപ്പൊ അതിന്റെയൊക്കെ സംവിധായകനും നിദേശകനും കൂടിയായിരുന്നു. അതിനുശേഷം മഹാനുഭാവ 63 വയസ്സി. 63 എന്ന് പറഞ്ഞാൽ 63-ാം വയസ്സിൽ 1990 മാർച്ച് 23 മരിച്ചു. പഞ്ചത്വം പാപ എന്നാണ് പറയുന്നത്. പഞ്ചത്വം ഗത എന്ന് പറയും, പഞ്ചത്വം പ്രാപ എന്ന് പറയും. രണ്ടും പറഞ്ഞാലും മരിച്ചു എന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് എടുത്തെഴുതാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ വന്നാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലുണ്ടാകും ഓൾറെഡി കാര്യങ്ങൾ. അതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കി എഴുതുക മാത്രമാണ് വേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊഫൈൽ റൈറ്റിങ്ങിന്റെ കാര്യത്തിൽ മക്കളോട് പറയാനുള്ളത്. പ്രൊഫൈൽ റൈറ്റിംഗ് വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അപ്പോൾ താങ്ക് യു.